ഇതിപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള സംഘർഷം പോലെയാണ്, നമ്മുടെ രാഷ്ട്രീയ രംഗത്തെ സംഘർഷാവസ്ഥ പോലെയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖല ആകെ കുത്തഴിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അഡ്മിഷൻ നടക്കുന്ന സമയത്താണ് ഈ കോലാഹലങ്ങൾ നടക്കുന്നത്. ഇക്കഴിഞ്ഞ അക്കാഡമിക് ഇയറിൽ എനിക്ക് തോന്നുന്നു 45,000-ലേറെ സീറ്റുകൾ നമ്മുടെ ബിരുദ സീറ്റുകളും ബിരുദാനന്തര സീറ്റുകളും ഒഴിഞ്ഞു കിടന്നു നമ്മുടെ ഇവിടെ കേരളത്തിൽ. എന്ത് കഷ്ടമാണ്! ഇത്തരത്തിൽ ഒരവസ്ഥയാണ് എന്നുണ്ടെങ്കിൽ ഈ നടക്കുന്ന സമരവും ഇത്തരത്തിൽ സീറ്റുകൾ ഒഴിഞ്ഞിടാൻ കാരണമാവില്ലേ? എനിക്ക് അതിനകത്തൊരു വലിയ ഇപ്പോൾ എനിക്കൊരു സംശയമുള്ളത്, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി വരാനായിട്ട് ബില്ല് മിക്കവാറും ഉടനെ. അപ്പോൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി വരുന്നതിനും നമ്മുടെ കുട്ടികൾ ഒരുപാട് അന്യ സംസ്ഥാനങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് പോകും. ഞാനൊരു രക്ഷകർത്താണോ ഇവിടെ എന്തിനു പഠിക്കണം? ഇവിടെ പറയുന്നുണ്ട് 2,500 കുട്ടികൾ വിദേശത്ത് നിന്ന് കാനഡ, ലാറ്റിൻ അമേരിക്ക അവിടെ നിന്നൊക്കെയുള്ള കുട്ടികൾ വരുന്നത് പറയുന്നത്. ആപ്ലിക്കേഷനിൽ ഓപ്ഷൻ കൊടുത്തിട്ടേ ഉള്ളൂ ഇന്ത്യയിൽ വരുന്നതിനുള്ള 2,500 കുട്ടികൾ. അതിലിവിടെ ഓപ്ഷൻ വാങ്ങിച്ച് കഴിഞ്ഞോണം ഇതുപോലെ വന്നതിന് ശേഷം 200 കുട്ടികൾ താഴെ മാത്രമേ കേരളത്തിൽ അവിടെ പഠിക്കാനുള്ളൂ. പറയുന്നത് ആപ്ലിക്കേഷൻ, അത് ഓപ്ഷനാണ്. ഈ ഇവിടുത്തെ സ്ഥിതി കാണുമ്പോൾ കുട്ടികൾ മടങ്ങി പോവുക, അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോവുക. അപ്പോൾ ഇവിടെയുള്ള കുട്ടികളെ അന്യ സംസ്ഥാനങ്ങൾക്ക് അയക്കുന്നതിനോ അല്ലെങ്കിൽ വരാൻ പോകുന്ന പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് അട്രാക്റ്റ് ചെയ്യാനോ ബോധപൂർവമായ ശ്രമം കൂടി ഈ ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം മുൻകാലങ്ങളിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയെ എതിർത്തവരാണ്, അറിയാമല്ലോ. അവർ തന്നെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി കൊണ്ടുവരുന്നു. അപ്പോൾ ആ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിക്ക് വേണ്ട പ്ലാറ്റ്ഫോം ഒരു കൊടുക്കേണ്ട ബാധ്യത കൂടെ ഗവൺമെൻറ്റുണ്ട്. അപ്പോൾ ഈ നടക്കുന്ന സമരം നമ്മുടെ സർവകലാശാലകളിൽ കാര്യക്ഷമമല്ലാതെന്നും ഇവിടെ അനാഥമാണെന്ന് വരുത്തി വയ്ക്കേണ്ട ബോധപൂർവമായ ശ്രമവും മറുഭാഗത്ത് മസിൽ പവറിലൂടെ SFI ഉൾപ്പെടെയുള്ള സംഘടന വളർത്താനുള്ള ശ്രമവും നമ്മുടെ CPM ഭാഗത്തുനിന്നുണ്ട് എന്ന് ഞാൻ അടിവരയിട്ട് പറയുകയാണ്.